അതിതാ തനിച്ചു മാറുന്നതിന് ആത്മീയാരോഗ്യം, ശരീരാരോഗ്യം, അത് മാനസികാരോഗ്യം, അത് തലപ്പൊക്കി നിന്നതുകൊണ്ട് പാപത്തിന് കെട്ടിന്, ശാപത്തിന് കെട്ടിന്, അത് മെരുകുതിരി പോലെ എതിരാണ് വലിയമാകട്ടെ. അത് തലമുറ ബ്രെയിനെ പിടിച്ചിരിക്കുന്ന, അത് കണ്ണിനെ പിടിച്ചു വന്നിരിക്കുന്ന, അത് ഹൃദയത്തെ വശീകരിച്ച ആ വശീകരണത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഈ ക്യാബിനകത്തുനിന്ന് മെരുകുതിരി ഒഴുകുന്നതാണ്. ഒഴുകി മാറി ഒരു വിശുദ്ധ തലമുറ, അത് വിശുദ്ധ തലമുറ, അത് പാപമില്ലാത്ത തലമുറ, അത് കിടക്കെ റൂൾ ചെയ്യുന്ന തലമുറ, ഈ ആലയത്തിനകത്തുന്ന, ഈ ശക്തിനകത്തുന്ന ഈ പകൽ എഴുന്നേൽക്കുകയാണ്. ശമിക്കാൻ കഴിയത്തില്ല, ബിരിയാണി ശമിക്കാൻ പറ്റില്ല, ഒരെണ്ണത്തിൽ ശമിക്കാൻ പറ്റില്ല. അത് തനിച്ചു മാറുന്ന കണ്ടുകളെ അത് തൊടാൻ കഴിയത്തില്ല. നമുക്കറിയാം 21 ലേഖനമുണ്ട്, പൗലോസിന് 14 ലേഖനമുണ്ട്. ആ 14 ലേഖനത്തിനകത്ത് ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരായിട്ട് എഴുതിയ ലേഖനമാണ്. എന്നാൽ കൊരിന്ത്യ ലേഖനം 1ഉം 2ഉം ജീവിത പെശക് വന്നപ്പോൾ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനം 3ാമത്തെ ലേഖനം, എബ്രായ ലേഖനം വിശ്വാസത്തിന്റെ പെശക് വന്നപ്പോൾ എഴുതിയ ലേഖനമാണ്. ഒന്ന് നോട്ട് ചെയ്യും. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരായിട്ട് ലേഖനം എഴുതുക. നിങ്ങൾ നോട്ട് ചെയ്യും. എന്തായാലും നമ്മൾ നനഞ്ഞു കുറിച്ച് കാണാം. സ്വത്രം ചെയ്യുക. എന്നാൽ 2 ദിവസത്തെ ക്യാമ്പ് ആയതുകൊണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് സ്വത്രം. 2 കൊരിന്ത്യ ലേഖനം 1ഉം 2ഉം ജീവിത പെശക് വന്നപ്പോൾ തിരുത്തെഴുതിയ ലേഖനമാണ്. 3 എബ്രായ ലേഖനം വിശ്വാസത്തിന് പെശക് വന്നപ്പോൾ ഇത് ലേഖനം. ഇതൊന്നും എനിക്ക് വിവരിക്കാൻ സമയമില്ല. ഈ വിഷയത്തിൽ നോട്ട് ചെയ്ത് വന്നുകൊണ്ട് മാത്രം ഞാൻ ആ വാക്ക് പറഞ്ഞുള്ളൂ. അതിനകത്ത് ഒരു വാക്ക് ഞാൻ വായിപ്പിക്കാം. ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 6ാം അധ്യായം 4ാമത്തെ വാക്യം. പ്ലീസ് വായിച്ചേ. 4ാമത്തെ വാക്യം എബ്രായ 6:4 വായിച്ചിട്ട് സ്വത്രം എനിക്ക് 3ാം അധ്യായം 12ാമത്തെ വാക്യം തന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗം പ്രപ്പോസ് ചെയ്യാം. ഒന്ന് വായിച്ചേ പ്ലീസ്. എത്ര പ്രകാശം കിട്ടി? 1 പ്രകാശം ലഭിച്ചിട്ട് സ്വർഗ്ഗദാനം. ഓക്കെ, യെസ്, വലിയ ലോകശക്തി ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവനും അവന് ലോക അപവാദം വരുത്തുന്നവനും ആകെ കൊണ്ട് അവന് പിന്നെയും ഒരിക്കൽ പ്രകാശം, ഒരിക്കൽ പരിശുദ്ധാത്മാവ്, ഒരിക്കൽ വചനം, ഒരിക്കൽ ദൈവരാജ്യത്തിന്റെ വെളിപ്പാട്, ഒരിക്കൽ വാഗ്ദത്തം 2ാം പ്രാവശ്യമില്ല. അതുകൊണ്ടാണ് എഫേസ്യർ 5ാമത്തെ വാക്യം വായിക്കുന്നു. ആകെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികൾ നടത്താൻ നോക്കും. ഇത് ദുഷ്കരമാകിയാൽ സമയം തക്കം ഉപയോഗിക്കണം. അതുപോലെ ഇപ്പോഴത്തെ പദമാണ്. ഇനി എബ്രായർ 3ന്റെ 12ാമത്തെ വാക്യം വായിച്ചോ. ജീവനുള്ള ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അപ്പോൾ വിശ്വാസം മാറി അവിശ്വാസം വന്നാൽ ആ ഹൃദയത്തെ എബ്രായ ലേഖന കർത്താവ് വിളിക്കുന്ന പദം ദുഷ്ടഹൃദയം. നിങ്ങളെല്ലാവരിലും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. നമ്മൾ ഒരു വാക്യം വായിച്ചിട്ടാമോ? സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 11ാം അധ്യായത്തിന്റെ 35ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 11:35 വായിച്ചു. സ്തോത്രം. 11:35 വാക്യം. ഈ റെഫറൻസ് ഒക്കെ നോട്ട് ചെയ്യണം. ആകയാൽ ആര് നോക്കും? പാസ്റ്റർ, അംഗങ്ങൾ, അപ്പനമ്മമാര് ആണോ? അവരിൽ തന്നെ എത്തിക്കണം. ഈ ക്യാമ്പ് കഴിഞ്ഞ് നാം അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കും, എൻ്റെ വിശ്വാസം അവിശ്വാസം ആകത്തില്ല. അവിശ്വാസമായാൽ ഞാൻ എൻ്റെ ഹൃദയം ദുഷ്ടഹൃദയമായി മാറും. ഒരു സ്തോത്രം ഉറക്കെ കൊടുത്താണ് കർത്താവിന്റെ സന്നിധി പോരാ. അക്കാലം വീശുന്ന കർത്താവ് സ്തോത്രം പറയാമോ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് അടുത്ത മെസ്സേജിലേക്ക് ഞാൻ പോകാം. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ വാക്ക് ഓർത്തോണം.